നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിലും ഡോണർ ഏരിയ എന്നൊരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല, സക്സസ് ആവില്ല. കാരണം അതായത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, അതേപോലെ നല്ല കാശുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എല്ലാം ഓക്കെയാണ്, സാഹചര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഏജും ഓക്കെയാണ് വിചാരിക്കുക. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റൊരു കാരണമാണ്, എന്തായിരിക്കും? ഡോണർ ഏരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്വന്തം ഗ്രാഫ്റ്റുകൾ എടുക്കാനേ പറ്റുള്ളൂ. സ്വന്തം ഗ്രാഫ്റ്റുകൾ എടുത്ത് പ്ലാന്റ് ചെയ്താൽ മാത്രമേ ഹെയർ വളരുള്ളൂ. വേറൊരാളുടെ ഗ്രാഫ്റ്റ് എടുത്ത് നമ്മളെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹെയർ വളരില്ല. അങ്ങനത്തെ ടെക്നോളജി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ എക്സാമ്പിൾ, ഇപ്പം പല ആൾക്കാരും താടിയും ചെസ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൽ സെക്കൻഡ് ക്വാളിറ്റിയാണ്. ഫസ്റ്റ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ തലയുടെ പിറകുവശത്തെ ഗ്രാഫ്റ്റ് ക്വാളിറ്റിക്കാണ്. സോ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് നിൽക്കുന്നൊരു സംഭവമാണിത്. കാരണം ഡോണർ ഏരിയ ഇല്ലാത്ത വ്യക്തികൾ എങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം? നിങ്ങൾ കുറേ ആൾക്കാർ ആ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്ന കേസ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കുക, ഡോണർ ഏരിയ ഫോട്ടോ ഞാൻ കാണിക്കുക. എന്നെ കോൺടാക്റ്റും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കരമായി വീക്ക് ഡോണർ, ഭയങ്കര ആഗ്രഹം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അദ്ദേഹം കൺസൾട്ട് ചെയ്തത് കോഴിക്കോട് ക്ലിനിക്കിലാണ്. ഞാൻ സർജറി ചെയ്ത സെയിം കോഴിക്കോട് ക്ലിനിക്കിൽ അദ്ദേഹം കൺസൾട്ടേഷൻ പോയത്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും രണ്ടും കോമ്പിനേഷനായിട്ട് ചെയ്യാം. അങ്ങനെ ഇദ്ദേഹം 3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയയിൽ വന്ന മാറ്റം ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് ബിഫോർ ഡോണർ ഏരിയ ആണ്, ഇത് ഇപ്പോഴത്തെ ഡോണർ ഏരിയ ആണ്. സീ ദ ചേഞ്ച്. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുതിയൊരു ഗ്രാഫ്റ്റ് ഉണ്ടായതല്ല. ഒരു കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. കാരണം പുതിയൊരു ഗ്രാഫ്റ്റ് ഉണ്ടായി കിളുത്ത് വന്നതല്ല. ഓൾറെഡി ഉണ്ടായ മുടികളുടെ തിക്നെസ് കൂടി, അതിൻ്റെ ടെക്സ്ചർ മാറി, എല്ലാം കൂടി. അതുകൊണ്ട് കുറച്ചുകൂടി മുടികൾ വളർന്നു വന്നു. എങ്ങനെ വന്നു വെച്ചാൽ ഓൾറെഡി ഉള്ള മുടികളുടെ ക്വാളിറ്റി മാറി. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.